ഒറ്റപ്പാലം വരോട് തെരുവുനായ്ക്കളുടെ അക്രമം. കൂട്ടിനുള്ളിൽ നിന്നും ആട്ടിൻകുട്ടികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. 15 ദിവസം പ്രായമായ 7 ആട്ടിൻകുട്ടികളെയാണ് കടിച്ചുകൊന്നത്. വരോട് മുളയ്ക്കൽ സിദ്ദിഖിന്റെ ആട്ടിൻകുട്ടികളെയാണ് കടിച്ചുകൊന്നത്. 4 കുട്ടികളെ കൂട്ടിനുള്ളിൽ നിന്നും കൊണ്ടുപോവുകയും 3 എണ്ണം കൂട്ടിനുള്ളിൽ ചത്തനിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുമ്പുകൂടിന്റെ അടിയിൽ സ്ഥാപിച്ചിരുന്ന മരപ്പലക നീക്കിയാണ് ആടിനെ കടിച്ചുകൊണ്ടുപോയതെന്ന് സിദ്ദിഖ് പറഞ്ഞു. നമ്മളെ സിദ്ദീഖ് മുളക്കൽ എന്ന് പറയുന്ന അയാളൊരു വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടികളെയാണ് ഇപ്പോൾ ഇന്ന് ഒരു 7 എണ്ണം ഇപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടു, മുമ്പ് ഒരു 4 എണ്ണം നഷ്ടപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കപ്പെടുന്ന മനുഷ്യരാണ്. അതുകൊണ്ടിപ്പോൾ വലിയൊരു വിഷമത്തിലാണ് അവരിപ്പോൾ കുടുംബം. മാത്രമല്ല, ഈ വരോട് മേഖലയിൽ പല മേഖലയിലായി തിരിഞ്ഞിട്ട് തെരുവുനായ്ക്കൾ ശല്യമുണ്ട്. കുരങ്ങൻ്റെയും മറ്റ് ശല്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം ഇവിടെ നമ്മൾ വരോട് പല മേഖലയിൽ ഇപ്പോൾ ഈ ചാത്തനക്കണ്ടർക്കാവിൻ്റെ അവിടെ ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ഇവർ തമ്പടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വരോട് മറ്റു ഭാഗത്തേക്ക് പോയാൽ നമ്മൾ ഹൈസ്കൂളിന് നേരെ പിറകുവശം ഇതിൻ്റെ കേന്ദ്രമാണ്. ഹൈസ്കൂളിലൊരു കേന്ദ്രമുണ്ട്. പിന്നെ വീട്ടാമ്പാറ പല ഭാഗത്തും വരോട് മേഖലയിൽ പല മേഖലയിലും ഏതായാലും 10ൽ കുറയാത്ത സംഘങ്ങളായിട്ടാണ് വരിക. അത് ഭയങ്കര മനുഷ്യരെക്കാൾ കൂടുതൽ ബന്ധമാണ്. ഒരാൾ ഒന്നിനെ പിടിച്ചാൽ മറ്റേ കൊണ്ടുപോയി തിന്നുക, അത്ര രൂപത്തിൽ. ഇപ്പോൾ ഈ റോട്ടിലൊക്കെ ഇതിൻ്റെ ഈ ആടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കയ്യും കാലായി കിടക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യമായ തീരുമാനം എടുക്കണം. ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. ഇനിയിപ്പോൾ ഈ മാസം 1-ാം തീയതി ഇവരിപ്പോൾ തുടക്കം ഈ മാസം 1-ാം തീയതി ഒരു സ്കൂൾ വർക്കാണ്. അതോടുകൂടി അതിൻ്റെ ഒരു സംഭവം കൂടി ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയാനുള്ളത്. ഞായറാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് ആടിനെ കടിച്ചുകൊന്ന വിവരം അറിയിക്കുന്നത്. സിദ്ദിഖ് 8 വർഷത്തിൽ അധികമായി ആടുകളെ വളർത്തിയാണ് ജീവിക്കുന്നത്. കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടതെന്ന് സ്ഥലം സന്ദർശിച്ച ജനപ്രതികൾ പറഞ്ഞു. സിദ്ധി, അതായത് പേര് കുഞ്ഞാന്നാ വിളിക്കുക, കാലങ്ങളായിട്ട് അവർ ആട് വളർത്തിയിട്ടാണ് ജീവിതം. ചെറിയൊരു പെട്ടിക്കട മാതിരിയുള്ളൊരു കട മാത്രമാണ് ഉള്ളത്. ആ കടയുടെ മുന്നിൽ തന്നെ കാലങ്ങളായിട്ട് ആടുകളെ വളർത്തി. ഇപ്പോൾ തന്നെ 8-10 ആടുകളുണ്ട്. ആട് വളർത്തിയാണ് അവരുടെ ജീവിതം. ഇതിനു മുമ്പ് ഇതുപോലെ പെട്ടി കടിച്ചിട്ട് 1-2 എണ്ണം പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒന്നിച്ച് 7 എണ്ണം പോയത്. 7 എണ്ണം പോയപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമായി. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളപ്പോൾ തന്നെ വന്നിട്ട് ഇതുപോലെയുള്ള നമ്മുടെ ചാനലുകാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയൊക്കെ അറിയിച്ചു. അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ 4 എണ്ണത്തിന് വലിച്ചു കൊണ്ടുപോയി പട്ടികൾ വല്ലാതെ അവിടെ വിളയാടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ടത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റപ്പാലം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ അജിത് കൃഷ്ണൻ, ഡോക്ടർ പി ഗോപാൽ എന്നിവർ സ്ഥലത്തെത്തി ആടുകളെ പരിശോധിച്ചു. ദുരന്ത നിവാരണ പദ്ധതി ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ അജിത് കൃഷ്ണൻ അറിയിച്ചു. വാർഡ് കൗൺസിലർ PR ശോഭന, മുൻ കൗൺസിലർമാരായ K അബ്ദുൽ നാസർ, K സുരേഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മാത്രം. ഡയമണ്ട് പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.